ഒരു മിനിറ്റിൽ 9.52 കോടി രൂപ. ലബുബു ഡോൾ ഉടമയായ വാങ്നിങ് മിനിറ്റിൽ സമ്പാദിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ഇപ്പോൾ ചൈനയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാണ്. ഹോങ്കോങ്ങിൽ ജനിച്ച കലാകാരനായ കാസിങ് ലെങ് സൃഷ്ടിച്ച ദ മോൺസ്റ്റേഴ്സ് എന്ന പുസ്തക പരമ്പരയിലെ ഒരു കഥാപാത്രത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച വളരെ സോഫ്റ്റായ കളിപ്പാട്ടങ്ങളും പ്രതിമകളുമാണ് ലബുബു പാവകൾ. കളിപ്പാട്ട കമ്പനിയായ പോപ്പ് മാർട്ടിൻ്റെ സ്ഥാപകനായ 38-കാരനായ വാങ്നിങ് ചൈനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരന്മാരിൽ ഒരാളായി മാറിയിരിക്കുന്നു. ലോകത്തിൽ മുഴുവൻ തരംഗമായ വളരെ ഫണ്ണിയായ ഒരു ചെറിയ കളിപ്പാട്ടമായ ലബുബു സൃഷ്ടിച്ചതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കമ്പനി ഏറ്റവും പ്രശസ്തമായത്. ലളിതമായ ഒരു ചിത്രമായി തുടങ്ങിയ കഥാപാത്രത്തെ പോപ്പ് മാർട്ട് ഒരു ബ്ലൈൻഡ് ബോക്സ് കളിപ്പാട്ടമാക്കി മാറ്റിയതോടെ ആഗോള ട്രെൻഡായി മാറി. വാങ്ങുന്നവർക്ക് അത് തുറക്കുന്നതുവരെ എന്ത് ലഭിക്കുമെന്നറിയില്ല. ആളുകൾ പെട്ടെന്ന് ലബുബുവുമായി പ്രണയത്തിലായി. താമസിയാതെ അതൊരു പോപ്പ് സംസ്കാര സെൻസേഷനായി മാറി. വാങ്നിങ്ങിൻ്റെ സമ്പത്ത് ഒരു വർഷത്തിനിടയിൽ കുതിച്ചുയർന്നു. ഫോർബ്സ് റിയൽ ടൈം ബില്യണേഴ്സ് ലിസ്റ്റ് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആസ്തി 2024 $7.59 ബില്യൺ നിന്ന് 2025 ജൂണിൽ $22.1 ബില്യൺ ഉയർന്നു. ടെൻസെന്റ്, ബൈഡാൻസ് സ്ഥാപകരുടെ പേരുകൾക്കൊപ്പം ചൈനയിലെ ഏറ്റവും ധനികരായ 10 പേരിൽ ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ. ലബുബു പാവയുടെ വിജയം. ലബുബുവിൻ്റെ ജനപ്രീതി ചൈനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഏഷ്യ, യൂറോപ്പ്, US എന്നിവിടങ്ങളിൽ ഈ കളിപ്പാട്ടത്തിന് ആരാധകരുണ്ട്. ഇതിനായി വലിയ പണം ചെലവഴിക്കാൻ തയ്യാറുള്ള ആളുകളുണ്ട്. സമീപകാലത്ത് ഒരു ഉദാഹരണത്തിൽ ബെയ്ജിങ്ങിലെ ഒരു ലേലത്തിൽ ഒരു ലൈറ്റ് സൈസ് ലബുവിൻ്റെ ഒരു രൂപ 1.08 ദശലക്ഷം യുവാന്, ഇന്ത്യൻ രൂപയിൽ നോക്കിയാൽ 1.2 കോടി രൂപ അല്ലെങ്കിൽ $150,000 വിറ്റുപോയി. ലബുബു പാവയുടെ വൻ വിജയം ചൈനയിലെ 10ാമത്തെ ധനികനായും രാജ്യത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനായും വാങ്നിങ്ങിനെ ശ്രദ്ധാകേന്ദ്രത്തിലേക്ക് എത്തിച്ചു. ടിക്ടോക്ക് സ്ഥാപകൻ ഷാങ് യിമിങ്, ഷവോമിയുടെ ലി ജുൻ, നോങ്ഫു സ്പ്രിങ്ങിൻ്റെ സോങ് ഷാൻസാൻ തുടങ്ങിയ പ്രശസ്ത പേരുകളുമായി അദ്ദേഹം ഇപ്പോൾ ശതകോടീശ്വരന്മാരുടെ ഇടം പങ്കിടുന്നു. ലബുബു പാവ ഉടമ ഒരു ദിവസം എത്ര സമ്പാദിക്കുന്നുവെന്നറിയാമോ? വാങ്നിങ് ഒരു ദിവസം 1370 കോടി രൂപ സമ്പാദിക്കുന്നു. 12 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം 685.7 കോടി രൂപ സമ്പാദിക്കുന്നു. 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം 57.1 കോടി രൂപ സമ്പാദിക്കുന്നു. 30 മിനിറ്റിനുള്ളിൽ അദ്ദേഹം 28.5 കോടി രൂപ സമ്പാദിക്കുന്നു. 1 മിനിറ്റിൽ അദ്ദേഹം 9.52 കോടി രൂപ സമ്പാദിക്കുന്നു. 1 സെക്കൻഡിൽ അദ്ദേഹം 15.87 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. ഏത് കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ലബുബു പാവകൾ? ഹോങ്കോങ്ങിൽ ജനിച്ച കലാകാരൻ കാസിങ് ലെങ് സൃഷ്ടിച്ച ദി മോൺസ്റ്റേഴ്സ് എന്ന പുസ്തക പരമ്പരയിലെ ഒരു കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള മൃദുവായ കളിപ്പാട്ടങ്ങളാണ് ലബുബു പാവകൾ. നോർഡിക് യക്ഷിക്കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഈ കഥാപാത്രം പല്ലുള്ള പുഞ്ചിരിക്കുന്ന ഒരു ചെറിയ എൽഫ് പോലുള്ള ജീവിയാണ്. ആരാധകർക്ക് താല്പര്യവും വിചിത്രവുമായി തോന്നുന്നു. K-pop ഗ്രൂപ്പായ ബ്ലാക്ക് പിങ്കിലെ ലിസ ഒരു പാവയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടതിന് ശേഷം പാവയുടെ ജനപ്രീതി വൻതോതിൽ വർദ്ധിച്ചു. താമസിയാതെ കിം കദാർഷിയാൻ, റിഹാന, ഡുവാലിപ്പ തുടങ്ങിയ സെലിബ്രിറ്റികളും ഇതിൽ പങ്കുചേർന്നു. ഇതൊരു ആഗോള ഫാഷൻ കളക്ഷൻ ട്രെൻഡായി മാറി. പോപ്പ് മാർട്ട് പുതിയ ലബുബു ഡിസൈൻ പുറത്തിറങ്ങുമ്പോഴെല്ലാം ആരാധകർ അത് വാങ്ങാൻ തിരക്ക് കൂട്ടുന്നു. പലപ്പോഴും മിനിറ്റുകൾക്കുള്ളിൽ വിറ്റ് തീരും. സാധാരണ ലബുബുവിന് ഏകദേശം $30, ഏകദേശം 2500 രൂപ വില വരുമ്പോൾ അപൂർവമോ ലിമിറ്റഡ് എഡിഷൻ പതിപ്പുകളോ അതിലും ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നു. ഒരു സാഹചര്യത്തിൽ ബെയ്ജിങ്ങിൽ നടന്ന ലേലത്തിൽ ഒരു ലൈഫ് സൈസ് ലബുബു $150,000 വിറ്റുപോയി. ലബുബു തരംഗം വളരെ തീവ്രമായതിനാൽ ചൈനയിലെ ഒരു ബാങ്ക് പോലും അക്കൗണ്ട് തുറന്ന് 50,000 യുവാനിൽ കൂടുതൽ നിക്ഷേപിക്കുന്ന ആർക്കും സൗജന്യമായി ലബുബു പാവ വാഗ്ദാനം ചെയ്ത് പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും ഈ മാർക്കറ്റിംഗ് തന്ത്രം നിയന്ത്രണ ഏജൻസികൾ ഇടപെട്ട് പെട്ടെന്ന് തടഞ്ഞു. ആർട്ട് ടോയ് കളക്ട് ചെയ്യുന്നവർക്ക് പരിചിതമായ ഒരു പ്രത്യേക കഥാപാത്രമായിട്ടാണ് ലബുബു തുടങ്ങിയതെങ്കിലും
2019 പോപ്പ് മാർട്ട് ആ കഥാപാത്രത്തിൻ്റെ കഴിവ് കണ്ടതോടെ എല്ലാം മാറി. കമ്പനി ലങ്ങുമായി സഹകരിച്ച് ലബുവിനെ ലൈസൻസ് ചെയ്തു. അതിൻ്റെ ജനപ്രിയ ബ്ലൈൻഡ് ബോക്സ് ശേഖരങ്ങളിൽ ഇത് അവതരിപ്പിച്ചു. ജെൻസ്, മില്ലേനിയലുകൾ എന്നിവയ്ക്കിടയിൽ ഒരു ഹിറ്റ് ഫോർമാറ്റാണിത്. ബോക്സ് തുറക്കുന്നതുവരെ വാങ്ങുന്നവർക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് അറിയില്ല. ആ നിഗൂഢ ഘടകം ലബുബുവിൻ്റെ അസാധാരണമായ ആകർഷണവുമായി ചേർന്ന് പെട്ടെന്നൊരു കളക്ഷൻ ഭ്രാന്തിന് കാരണമായി. ചെറിയ കീ ചെയിനുകൾ മുതൽ ലൈഫ് സൈസ് ഫ്ലഷ് കളിപ്പാട്ടങ്ങൾ വരെ ലബുബു ഇപ്പോൾ 100 കണക്കിന് ഡിസൈനുകളിൽ ലഭ്യമാണ്. അപൂർവമായ ചിലത് റീസെയിൽ മാർക്കറ്റുകളിൽ ആയിരക്കണക്കിന് ഡോളറുകളിൽ വിൽക്കുന്നു. പുതിയ ലബുബു ഡിസൈൻ പുറത്തിറങ്ങുമ്പോഴെല്ലാം അത് വിറ്റ് തീർന്നുവോ? സ്റ്റാൻഡേർഡ് കണക്കുകൾ ഏകദേശം $30 വിൽക്കുമ്പോൾ ലിമിറ്റഡ് എഡിഷനുകൾക്ക് വളരെ ഉയർന്ന വില ലഭിക്കും. അതിശയിപ്പിക്കുന്ന ഒരു ഉദാഹരണത്തിൽ മനുഷ്യൻ്റെ വലുപ്പമുള്ള ഒരു ലബുബു അടുത്തിടെ ബീജിങ്ങിൽ നടന്ന ഒരു ലേലത്തിൽ $1.5 ലക്ഷം വിറ്റുപോയി. ലബുബു എങ്ങനെയാണ് വാങ് നിങ്ങിനെ ചൈനയിലെ ഏറ്റവും ധനികരിൽ ഒരാളായി മാറ്റിയത്? പോപ്പ് മാർട്ടിൻ്റെ പിന്നിലെ വ്യക്തിയായ വാങ് നിങ് കളിപ്പാട്ട ബിസിനസ്സിലായിരുന്നില്ല തുടക്കമിട്ടത്. അദ്ദേഹം മുൻ സ്റ്റേറ്റ് ടെലിവിഷൻ ജീവനക്കാരനായിരുന്നു. 2010 ബെയ്ജിങ്ങിൽ ഡിസൈനർ, ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ഗാഡ്ജറ്റുകൾ ഇവ വിൽക്കുന്ന ഒരു ചെറിയ സ്റ്റോറായി പോപ്പ് മാർട്ട് ആരംഭിച്ചു. എന്നാൽ കളക്ഷനായി ഉപയോഗിക്കാവുന്ന ആർട്ട് കളിപ്പാട്ടങ്ങൾക്കായുള്ള, പ്രത്യേകിച്ച് ബ്ലൈൻഡ് ബോക്സ് ഫിഗറുകൾക്കായുള്ള വർദ്ധിച്ചു വരുന്ന ഡിമാൻഡിലേക്ക് ചായുന്നതുവരെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാധാരണ പോലെ മാത്രം വളർന്നു. 2020 പോപ്പ് മാർട്ട് ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പബ്ലിക്കായി. ഒരു ദിവസം തന്നെ ഓഹരികൾ 79% ഉയർന്നു. അതിനുശേഷം കമ്പനി ആഗോളതലത്തിൽ വികസിച്ചു. ന്യൂയോർക്ക്, ലണ്ടൻ, ടോക്കിയോ, സോൾ തുടങ്ങിയ നഗരങ്ങളിൽ മുൻനിര സ്റ്റോറുകൾ തുറക്കുകയും ബെയ്ജിങ്ങിൽ സ്വന്തം തീം പാർക്ക് ആരംഭിക്കുകയും ചെയ്തു. 2024 ആകുമ്പോഴേക്കും പോപ്പ് മാർട്ടിൻ്റെ സാമ്പത്തിക വിജയം പുതിയ ഉയരങ്ങളിലെത്തി. കമ്പനിയുടെ അറ്റാദായം 185% വർദ്ധിച്ചു. മൊത്തത്തിലുള്ള വിൽപ്പന ഇരട്ടിയിലധികം വർദ്ധിച്ച് ഏകദേശം 13 ബില്യൺ യുവാൻ, ഏകദേശം $1.8 ബില്യൺ എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കോച്ച്, ലൂയിസ് വിറ്റൺ തുടങ്ങിയ വലിയ ആഡംബര ബ്രാൻഡുകളും ഈ കമ്പനിയുമായി സഹകരിച്ചു. ഈ വിജയത്തിൻ്റെ ഭൂരിഭാഗവും ലബുബുവിൽ നിന്നാണ്. വിചിത്രമായ സ്വഭാവം അവതരിപ്പിക്കുന്ന പോപ്പ് മാർട്ടിൻ്റെ ദി മോൺസ്റ്റേഴ്സ് സീരീസിൻ്റെ വരുമാനം 726.6% വർദ്ധിച്ചു. ഇത് ബ്രാൻഡിൻ്റെ ഏറ്റവും ലാഭകരവും ജനപ്രിയവുമായ ലൈനുകളിൽ ഒന്നാക്കി മാറ്റി. ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ ആഗോള നിക്ഷേപ ഭീമന്മാർ ഇത് ശ്രദ്ധിച്ചു. ഡച്ച് ബാങ്കും മോർഗൻ സ്റ്റാൻലിയും പോപ്പ് മാർട്ടിൻ്റെ ഓഹരി വില ലക്ഷങ്ങൾ ഉയർത്തി. പ്രത്യേകിച്ച് ഡച്ച് ബാങ്ക് അതിൻ്റെ ലക്ഷ്യം 52% ഉയർത്തി. ശക്തമായ അന്താരാഷ്ട്ര വളർച്ച ചൂണ്ടിക്കാട്ടി. ഒരു കോമിക് ടോയ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അഥവാ ഭൗതിക സ്വത്ത് സാംസ്കാരിക മതിലുകൾ തകർത്ത് ഏഷ്യൻ സംസ്കാരങ്ങളുടെയും മുഖ്യധാര പാശ്ചാത്യ പോപ്പ് താരങ്ങളുടെയും കായിക താരങ്ങളുടെയും ആലിംഗനം നേടുന്നത് അപൂർവമാണെന്ന് ഫോർബ്സ് ഉദ്ധരിച്ച ഒരു കുറിപ്പിൽ ഡച്ച് ബാങ്ക് അനലിസ്റ്റ് ജെസ്സി സു പറഞ്ഞു.